ബോട്ടിലിനൊരു മേക്ക് ഓവർ കൊടുത്താലോ? അതിനായിട്ട് ആദ്യം വൈറ്റ് ആക്രിലിക് പെയിൻ്റ് എടുത്ത് ഫസ്റ്റ് കോട്ട് അടിച്ചു കൊടുക്കുക. വൈറ്റ് കളർ ബോട്ടിലിൻ്റെ എല്ലാ ഭാഗത്തും അടിച്ചതിന് ശേഷം അത് ഉണങ്ങാൻ വെക്കാം. നല്ല രീതിയിൽ ഡ്രൈ ആയതിനു ശേഷം എടുക്കുക. എന്നിട്ട് നമ്മൾ ബ്ലൂ ആക്രിലിക് കളറും വൈറ്റ് ആക്രിലിക് കളറും കൂടി മിക്സ് ചെയ്ത് ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതതിൻ്റെ പൊക്കത്ത് സെക്കൻഡ് കോട്ടായിട്ട് അടിച്ചു കൊടുക്കുക. ഇതാണ് നമ്മുടെ ബോട്ടിലിൻ്റെ കളറായിട്ട് നമ്മൾ എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാം. ഇപ്പം ഞാനിവിടെ ബ്ലൂ കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബ്ലൂ കളർ ബോട്ടിലിന് ഫുള്ളായിട്ട് കവർ ചെയ്തതിന് ശേഷം അത് ഡ്രൈ ചെയ്യാൻ മാറ്റി വെക്കുക. ഡ്രൈ ആയിക്കഴിഞ്ഞ് യെല്ലോ ആക്രിലിക് കളറും വൈറ്റ് ആക്രിലിക് കളറും കൂടി നമുക്ക് ഫ്ലവറിൻ്റെ ഡിസൈൻ വരയ്ക്കാം. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് തന്നെ യെല്ലോ കളർ കൊണ്ട് ഇതേപോലെ ഡോട്ട് ഇട്ട് വെക്കുക. അതിനുശേഷം വൈറ്റ് ആക്രിലിക് കളർ എടുത്തിട്ട് ആദ്യം 4 സൈഡിൽ വരയ്ക്കാം. പിന്നെ അതിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് ഫിൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഫ്ലവർ കിട്ടും. ഇതേ രീതിയിൽ തന്നെ ബോട്ടിൽ ഫുള്ളായിട്ട് നമുക്ക് ഫ്ലവറിൻ്റെ ഡിസൈൻ വരച്ചെടുക്കാം. ഫ്ലവറിൻ്റെ ഡിസൈൻ എല്ലായിടത്തും വരച്ച് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം ഇതേപോലത്തെ ഒരു ത്രെഡ് കൊണ്ട് നമുക്ക് ഈ മുകളിലത്തെ ഭാഗം ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബോട്ടിൽ ഇവിടെ റെഡിയാണ്. ഇതിന് ശേഷം നിങ്ങൾക്ക് മണി പ്ലാന്റ് ഇട്ട് വെക്കാനായിട്ടോ അല്ലെങ്കിൽ പെൻസൊക്കെ ഇട്ട് വെക്കാനായിട്ടോ യൂസ് ചെയ്യാം.